ചൂടുന്നതെന്ന് കണ്ടോ നീ? അതിനെന്തുവാ ചേച്ചി, വയസ്സായെന്നും പറഞ്ഞ് ആരോഗ്യം ഉണ്ടെങ്കിൽ ജോലി ചെയ്തൂടെ? എന്താണിപ്പോ അവർക്ക് പ്രശ്നമില്ല, പിന്നെ നമുക്കാണ് പ്രശ്നം. കാര്യം ശരിയാ, അവർക്കും പ്രശ്നമില്ല, നമുക്കും പ്രശ്നമില്ല. പക്ഷെ ഇത് കണ്ടോണ്ടിരിക്കുന്ന നാട്ടുകാർക്ക് മൊത്തം ഇത് പ്രശ്നമാ. നാട്ടുകാരുടെ പറയേച്ചി, അവരുടെ ചെലവിലല്ലേ നമ്മളിവിടെ കഴിയുന്നത്. നാട്ടുകാരെ പേടിക്കണം. ഇപ്പോഴത്തെ കാലത്ത് നാട്ടുകാരെ പേടിച്ച് ഇവിടൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്റെ കൊച്ചുങ്ങളെ, എനിക്ക് ആവതുണ്ടായിട്ടല്ലേ ഞാൻ ജോലി ചെയ്യുന്നത്. അതിന് നിങ്ങൾ എന്തിനാ ഈ തമ്മിൽ തല്ലുന്നത്? വയസ്സായ അടഞ്ഞു പോയി ഏതെങ്കിലും മൂലെ പോയി ഇരുന്നോളാം കേട്ടോ തള്ളേ. എനിക്കറിയാവടി, നീയൊക്കെ ഇത് പറയുമെന്നറിയാം. കുറച്ചു നാളുടെ കഴിയുമ്പോ എന്റെ രോഗിച്ചതിന്റെ കഴുത്തെ പിടിച്ച് നീയൊക്കെ പുറത്ത് കളയുമെന്നും അറിയാം. അതുകൊണ്ടാണ് നിനക്കൊക്കെ ഒരു പുതിയ വീടും വെച്ചെന്നിട്ട് ഈ വീട് ഞങ്ങൾ കളയാതെ കൊണ്ട് നടക്കുന്നത്. എന്നെങ്കിലും നീയൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ച് കളയുമ്പോൾ ഞങ്ങൾക്ക് ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സൂക്ഷിച്ചേക്കുന്നത്. അതെന്തായാലും നന്നായി. ഏത് കാര്യത്തിനും ഒരു മുൻകരുതൽ നല്ലതാ. ഈ മിക്കുച്ചി ദുഷ്ടായി പോയേ, കണ്ണിച്ചോരിനത്തെ വർത്താനങ്ങള്. മാമിക്ക് എന്തുമാത്രം വിഷമായി കാണും. ഓ, വലിയതെണ്ണമാണെങ്കിൽ നീ അങ്ങ് നോക്കിക്കോ. അല്ല, ഞാനൊരു കാര്യം പറയാം. നേരത്തൊഴിയാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇവിടെ കഴിയാം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്ന പണി ഇന്നത്തോടെ നിർത്തിക്കോടാ. സമയത്തിന് കുളിക്കത്തുമില്ല. എന്തൊരു നാട്ടമായത് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിട്ട്. വയസ്സായ ഇങ്ങനെയുണ്ടോ? എടി നിക്കൂ, നീ കരുതിയിരുന്നു മമ്മിയോട് ഇങ്ങനൊക്കെ സംസാരിച്ചാൽ നീ അനുഭവിക്കൂടി.